ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെയും മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ആനുവൽ എക്സാം അഥവാ നിങ്ങളുടെ വാർഷിക പരീക്ഷയ്ക്ക് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ മലയാളം എക്സാമിനായിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പം മിസ്സ് കുറച്ചധികം കാര്യങ്ങളോട് പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനത്തിലോട്ട് നമുക്ക് പോകാം. വായിക്കാം എഴുതാം എന്നതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ആക്ടിവിറ്റി വരുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു കത്താണ് തന്നിട്ടുള്ളത് കേട്ടോ. നോക്കിക്കുക മക്കളെ, കത്ത് എഴുതുന്ന സമയത്ത് നമുക്കറിയാം ഫോർമാറ്റിലെ സ്ഥലം എഴുതിയിട്ടുണ്ട്, ഡേറ്റ് എഴുതിയിട്ടുണ്ട്, ചെമ്പകപുരം, അതുപോലെ തന്നെ 15/2/2025 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഡേറ്റ് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് കത്ത് വായിക്കാം. മക്കൾ വായിക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കാര്യം നമുക്ക് ഈ ഒരു കത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഇനിയുള്ള 5 ക്വസ്റ്റ്യൻസും. അതിന് ആൻസേഴ്സ് എല്ലാം ഈ ഒരു കത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും. അപ്പോൾ മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി മിസ്സ് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വായിക്കണമെങ്കിൽ മക്കൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം വായിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പ്രിയ ജാനകി, നിനക്ക് സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിന്നോട് പറയാൻ രസമുള്ള ഒരു വിശേഷമുണ്ട്. നിയമസഭാ മന്ദിരത്തിൽ നടന്ന പുസ്തകോത്സവത്തിന് സ്കൂളിൽ നിന്ന് ഞങ്ങളെയും കൊണ്ടുപോയി. അമ്പമ്പോ, എന്തുമാത്രം പുസ്തകങ്ങളാണ് അവിടെ! പുസ്തക കാഴ്ചകളോടൊപ്പം ആകർഷകമായ വേറെയും പരിപാടികൾ ഉണ്ടായിരുന്നു. വായനയാണ് ലഹരി എന്നതാണ് പുസ്തകോത്സവത്തിൻ്റെ സന്ദേശം. ഇത് ശരിവയ്ക്കുന്ന രീതിയിൽ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി ചില പുസ്തകപ്പുഴുക്കൾ വായനയിൽ മുഴുകിയിരിക്കുന്നത് വേറിട്ടൊരു കാഴ്ച തന്നെ. ഞാനും ചില പുസ്തകങ്ങൾ വാങ്ങി. പിന്നെ ഞങ്ങൾ നിയമസഭാ മന്ദിരത്തിനകത്തേക്ക് കടന്നു. ആ കെട്ടിടത്തിൻ്റെ പ്രത്യേകതകളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു തന്നു. 8 നിലകളുള്ള നിയമസഭാ മന്ദിരത്തിൻ്റെ 3 നിലകൾ തറനിരപ്പിന് താഴെയും 5 നിലകൾ തറനിരപ്പിന് മുകളിലുമാണ്. അത്രയും വലിയ കെട്ടിടമായിട്ട് പോലും അതിനുള്ളിൽ നിഴലോ എക്കോയോ ഇല്ല എന്നത് അത്ഭുതം തന്നെ. അവിടെ ഉപയോഗിച്ചിട്ടുള്ള തടിയെല്ലാം നിലമ്പൂർ തേക്കാണത്രേ. മ്യൂസിയത്തിലും മൃഗശാലയിലുമെല്ലാം അന്ന് പ്രവേശനം സൗജന്യമായിരുന്നു. പിന്നെ ഞങ്ങൾ ഡബിൾ ഡക്കർ ബസ്സിലാണ് തലസ്ഥാന നഗരം മുഴുവൻ ചുറ്റിക്കണ്ടു. രാത്രിയോടെ തിരികെ നിയമസഭാ മന്ദിരത്തിലെത്തി. മെഗാ ഷോയും കണ്ട ശേഷമാണ് മടങ്ങിയത്. അടുത്ത തവണ നീയും വരണേ, സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ ആളുടെ പേരും തന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമുക്കവിടെ തന്നിട്ടുള്ള കത്തെന്ന് പറയുന്നത്. നമ്മുടെ സനയാണ് നമ്മുടെ കൂട്ടുകാരിയായിട്ടുള്ള ജാനകിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കത്ത് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സന പോയപ്പോൾ കണ്ടിട്ടുള്ള വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു കത്ത് ജാനകിക്ക് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ മക്കളെ. ആദ്യത്തെ ചോദ്യം ഇതാണ്. സന കൂട്ടുകാർക്ക് എഴുതിയ കത്ത് വായിച്ചില്ലേ? ചുവടെ ചേർത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം കണ്ടെത്തി എഴുതൂ. മെഗാ ഷോ നടന്നത് എപ്പോഴാണ്? അപ്പോൾ നമ്മളത് ചോദിച്ചത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇതാണ്, മെഗാ ഷോ നടന്നത് എപ്പോഴാണ് എന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അത് നമ്മുടെ കത്തിൽ പറയുന്നില്ലേ മക്കളെ? നമ്മളോട് പറയുന്നുണ്ട് രാത്രിയോടെ തിരികെ നിയമസഭാ മന്ദിരത്തിലെത്തി മെഗാ ഷോയും കണ്ട ശേഷമാണ് മടങ്ങിയതിൽ. അപ്പോൾ രാത്രിയാണ് അവർ തിരിച്ച് നിയമസഭാ മന്ദിരത്തിലെത്തിയത്. അതിനുശേഷമാണ് മെഗാ ഷോ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്താണ് മക്കളെ? രാത്രി എന്നതാണ് ആൻസറായിട്ട് വരുന്നത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ചുറ്റിക്കണ്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതുക. എങ്ങനെയാണ് മക്കളെ? നമുക്ക് അവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഇതാണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. ചുറ്റി അധികം കണ്ടു, ചുറ്റി പ്ലസ് കണ്ടു എന്നതാണ് നമുക്ക് അവിടെ ആൻസറായിട്ട് വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ അത് തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മക്കൾ നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ആൻസർ ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. പുസ്തകപ്പുഴുക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താകാം? പുസ്തകം വിൽക്കുന്നവർ, പുസ്തകം തിന്നുന്ന പുഴുക്കൾ, പുസ്തകം നശിപ്പിക്കുന്നവർ, കൂടുതൽ സമയം പുസ്തകം വായിച്ചിരിക്കുന്നവർ. ആരെയാണ് മക്കളെ നമ്മൾ പുസ്തകപ്പുഴുക്കൾ എന്ന് പറയുന്നത്? യെസ്, കൂടുതൽ സമയം പുസ്തകം വായിച്ചിരിക്കുന്നവരെയാണ് നമ്മൾ പുസ്തകപ്പുഴുക്കൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. അമ്പമ്പോ, എന്തുമാത്രം പുസ്തകങ്ങളാണ് ഇവിടെ! അടിവരയിട്ട പദം വ്യക്തമാക്കുന്ന ഭാവം എന്താ? അപ്പോൾ അമ്പമ്പോ എന്ന പദം വ്യക്തമാക്കുന്ന ഭാവം ഏതെന്നാണ് ചോദിച്ചത്. അതിശയം, ദേഷ്യം, ഭയം, സന്തോഷം. ഏതാണ് മക്കളെ? യെസ്, അതിശയമാണ് അല്ലേ. അതിശയം വ്യക്തമാക്കുന്ന, അതിശയം സൂചിപ്പിക്കുന്ന ഒരു അതിശയമാണ് ആ ഒരു വാക്ക് സൂചിപ്പിക്കുന്ന ഭാവം എന്ന് പറയുന്നത്. ക്ലിയർ?
അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അതിൻ്റെയും കറക്റ്റ് ആൻസർ മക്കൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രവർത്തനത്തിന് 5 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ പറയുന്നവയിൽ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സൗജന്യ ഡബിൾ ഡക്കർ യാത്ര, മൃഗശാലയിലെ സൗജന്യ പ്രവേശനം, സൗജന്യ ട്രെയിൻ യാത്ര, എല്ലാവർക്കും നിയമസഭ കാണാനുള്ള അവസരം. ഏതാണ് മക്കളെ? ആ സൗജന്യ ട്രെയിൻ യാത്രയാണ് ഉള്ളാത്തത് അല്ലേ? ബാക്കിയെല്ലാം അതിൽ ഉൾപ്പെട്ടതാണ്. ക്ലിയർ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ആ ഒരു വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഭാഗത്ത് തന്നെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുണ്ടായിരിക്കും. ഓക്കെ മക്കളെ, ഇനി 2ാമത്തെ ഒരു പ്രവർത്തനത്തിലോട്ട് നമുക്ക് പോകാം. അക്ഷരമാല ക്രമത്തിൽ എഴുതാം. ഇത് മക്കൾക്ക് എക്സാമിന് ചോദിച്ച് കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. നോക്കിക്കേ, പുസ്തകോത്സവം സന്ദർശിച്ചപ്പോൾ സനയുടെ ക്ലാസ് ടീച്ചർ വാങ്ങിയ പുസ്തകങ്ങളാണ് ചൂടെ കൊടുത്തിരിക്കുന്നത്. കാലം, നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ്, 2ാം മൂഴം, അതുപോലെ തന്നെ നിൻ്റെ ഓർമ്മയ്ക്ക്. ഈ പുസ്തകങ്ങൾ എന്ത് ചെയ്യണം? അക്ഷരമാല ക്രമത്തിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ അക്ഷരമാല ക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യം അസുരവിത്ത് വരും, പിന്നെ കാലം, നാലുകെട്ട്, നിൻ്റെ ഓർമ്മയ്ക്ക്, മഞ്ഞ, 2ാം മൂഴം അല്ലേ? ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ മക്കളെ, അപ്പോൾ അത് മക്കളൊന്ന് നോക്കി വെക്കുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. പുസ്തകം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, പുസ്തകം ആൻസറായിട്ട് വരുന്ന ഒരു കടങ്കഥ മക്കളെടുത്ത് സ്വയം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മിസ് അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വായില്ലെങ്കിലും സംസാരിക്കും, എനിക്ക് കാലില്ലെങ്കിലും ലോകം കാണിക്കും, ഞാൻ ആരാണ്? ആരാണ് മക്കളെ? യെസ്, നമ്മുടെ ബുക്കാണ് ആൻസറായിട്ട് വരുന്നത് അല്ലേ? എനിക്ക് വായില്ലെങ്കിലും എന്ത് ചെയ്യും? ഞാൻ സംസാരിക്കും, എനിക്ക് കാലില്ലെങ്കിലും ഞാൻ ലോകം കാണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കാലില്ലെങ്കിലും ലോകം കാണിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു യാത്രാവിവരണമോ മറ്റുമൊക്കെ നമ്മളിപ്പം ബുക്കിലൊക്കെ വായിക്കുകയാണെങ്കിൽ നമ്മളത് വായിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു യാത്ര പോയി വന്നിട്ടുള്ള ഒരു അനുഭൂതിയായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ? ആ സ്ഥലം കണ്ടതും അവിടുത്തെ കാഴ്ചകളെല്ലാം നമ്മൾ ആ ഒരു പോയ ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക അല്ലേ? അപ്പോൾ ബുക്ക് വായിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരുപാട് ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? അതാണ് പറയുന്നത്, കാലില്ലെങ്കിലും ലോകം കാണിക്കും എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അപ്പോൾ നേരിട്ട് പോയിട്ടില്ലെങ്കിലും വായനയിലൂടെ എന്ത് ചെയ്യുക? നമ്മളത് പോയി എന്നുള്ള ആ ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരികൾ കൂട്ടിച്ചേർക്കാം എന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേയായിട്ട് മിസ്സിന് മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മൾ വെക്കേഷനിൽ തന്നെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ LKG മുതൽ 7ാം ക്ലാസ് വരെ കുട്ടികൾക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഴുത്തും വായനയ്ക്കൊക്കെ പ്രയാസമുള്ള കൂട്ടുകാരാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സപ്പോർട്ടിങ് ക്ലാസ് കൂടി നമ്മൾ വെക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം ഇപ്പോൾ നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് വരുന്നത് മാസത്തിൽ വെറും 100 രൂപയാണ്. അപ്പോൾ ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമായിരിക്കും നമ്മുടെ ഈ ഒരു ഓഫർ അവൈലബിൾ ആവുക കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്പർ ഇതാണ് 8589823710 കേട്ടോ. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ മിസ് വഴിയെ പറയാം. അപ്പോൾ നോക്കിക്കുക മക്കളെ, നമുക്ക് വരികൾ ചേർത്ത് എഴുതാം എന്നുള്ളൊരു പ്രവർത്തനമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ? നോക്കിക്കുക മക്കളെ, ക്വസ്റ്റ്യൻ ഇതാണ്: കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യുന്നിടെ സനയും കൂട്ടുകാരും പാടിയ പാട്ടാണിത്. കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതൂ. അപ്പോൾ യാത്ര ചെയ്യുന്നതിനിടയിൽ നമ്മുടെ സനയും കൂട്ടുകാരും പാടിയിട്ടുള്ള പാട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ വെച്ചിട്ട് മക്കൾക്ക് അടുത്ത കുറച്ച് വരികൾ ചേർക്കാവുന്നതേ ഉള്ളൂ. പാട്ടിതാണ്: ഇരുനില വണ്ടിയിൽ വിരുന്നു വന്നൊരു കുട്ടിക്കൂട്ടം ഞങ്ങൾ, നഗരക്കാഴ്ചകൾ കണ്ടു രസിക്കും കുസൃതിക്കൂട്ടം ഞങ്ങൾ, ഹായ് കുസൃതിക്കൂട്ടം ഞങ്ങൾ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം? വരികൾ ചേർക്കണം. അപ്പം മക്കൾ എന്ത് ചെയ്യണം? അവിടുത്തെ കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതേണ്ടത്. നോക്കിക്കേ, വഴികളിലൂടെ പോകും വണ്ടി കണ്ട് കൈവീശും ഞങ്ങൾ, ഉയർന്ന കെട്ടിടങ്ങൾ കണ്ടു രസിക്കും കുസൃതിക്കൂട്ടം ഞങ്ങൾ, ഹായ് കുസൃതിക്കൂട്ടം ഞങ്ങൾ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ അവിടുത്തെ കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിലേക്ക് കൂടുതൽ വരികൾ ചേർത്തെഴുതേണ്ടത്. ഇത് മക്കൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. എന്നിട്ട് ഇത് മോഡലുള്ള ലൈൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? പ്രവർത്തനം 4, വിവരണം എഴുതാം. ഡബിൾ ഡക്കർ ബസ്സിലെ യാത്രക്കിടയിൽ സന കണ്ട വേറിട്ട കാഴ്ചകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. ഈ കാഴ്ചയെക്കുറിച്ച് ഒരു വിവരണമായി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം സന ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ള കാഴ്ചകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നോക്കിക്കുക മക്കളെ, നിങ്ങൾക്ക് അവിടെ തിരക്കുള്ള റോഡ് കാണാം. റോഡിലൂടെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട്. പിന്നെ അവിടെ കുറേ കെട്ടിടങ്ങളുണ്ട്, മരങ്ങളുണ്ട്. അതുപോലെ തന്നെ സീബ്ര വരയിലൂടെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മുത്തശ്ശിയുടെ കൈ പിടിച്ചിട്ട് റോഡ് മുറിച്ച് കടത്തുന്നുണ്ട് അല്ലേ? ഇങ്ങനെ ഒരുപാട് വേറിട്ട കാഴ്ചകൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതിപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്
ചെറിയൊരു വിവരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ആൻസറിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ് ഒരിക്കൽ കൂടി പറയാണ്, നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിട്ടൊരു ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇപ്പം നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് മാസത്തിൽ വെറും 100 രൂപ മാത്രമാണ് നിങ്ങളുടെ ഫീ ആയിട്ട് വരുന്നത്. അപ്പം ആദ്യം വരുന്ന കുറച്ച് പേർക്ക് മാത്രമായിരിക്കും ഈ ഒരു അവസരം ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പുറമേ ആയിട്ട് നമ്മൾ വെക്കേഷനിൽ തന്നെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള കൂട്ടുകാരോട് സംസാരിക്കാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഈസി ആയിട്ട് എഴുതാനും വായിക്കാനും അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. ഇനി ഒരു പക്ഷേ എഴുത്തിനും വായനയ്ക്കൊക്കെ പ്രയാസമുള്ള കൂട്ടുകാരാണെങ്കിൽ അവർക്കുള്ള സപ്പോർട്ടിംഗ് ക്ലാസ്സുകളും നമ്മൾ വെക്കേഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഏതൊരു കോഴ്സ് ഇപ്പം നമ്മളടുത്ത് നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും മാസത്തിൽ വെറും 100 രൂപ മാത്രമാണ് നമ്മുടെ ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഒരു പക്ഷേ വിളിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ആൻസറിലോട്ട് നമുക്ക് പോകാം. വിവരണം നമുക്ക് ഇങ്ങനെ എഴുതാം മക്കളെ. നോക്കിക്കേ, ഒരു തിരക്കുള്ള റോഡാണിത്. റോഡിലൂടെ പല വാഹനങ്ങളും പോകുന്നു. ഒരു ചെറിയ കുട്ടി ഒരു പ്രായം ചെന്ന മുത്തശ്ശിയെ പിടിച്ച് സീബ്ര വരയിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്നു. മുത്തശ്ശിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ കുട്ടി അവരെ കരുതലോടെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇത് വളരെ നല്ലതും സന്തോഷം നൽകുന്നതുമായ ഒരു കാഴ്ചയാണ്. മറ്റുള്ളവരെ സഹായിക്കണം എന്നൊരു നല്ല സന്ദേശം ഈ കാഴ്ച നൽകുന്നു. ഓക്കെ മക്കളെ, അപ്പം മിസ് മെയിനായിട്ടും ആ ഒരു കാഴ്ചയെക്കുറിച്ച് മാത്രമാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം മക്കൾക്ക് ഇനി വേണമെങ്കിൽ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യാം, ആ ഒരു ചിത്രത്തിൽ കാണുന്ന ബാക്കി കാഴ്ചകളെക്കുറിച്ചൊക്കെ മക്കൾക്ക് എഴുതാവുന്നതാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. നോക്കിക്കേ, പ്രവർത്തനം 5 കഥ പൂർത്തിയാക്കാം എന്നതാണ്. സന വായിച്ച കഥയുടെ ആദ്യ ഭാഗമാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. കഥ പൂർത്തിയാക്കൂ, ഉചിതമായ തലക്കെട്ടും നൽകൂ. അപ്പോൾ മിസ് ഇതെപ്പോഴും പറയാറുണ്ട് മക്കളെ, ഇത്തരത്തിൽ നമുക്കൊരു കഥ എഴുതാനുള്ള ക്വസ്റ്റ്യൻ വരുമ്പം 5 മാർക്കിൻ്റെ ചോദ്യമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിലൊരു മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു തലക്കെട്ട് നൽകുന്നതിനാണ്. അപ്പോൾ അത് മക്കൾ ചിലപ്പം ചില കൂട്ടുകാർക്കൊക്കെ നന്നായിട്ട് എഴുതാനും വായിക്കാനും ചില പ്രയാസമുള്ള കൂട്ടുകാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കഥ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് എഴുതാനായിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു പക്ഷേ അതിന് നിങ്ങൾക്ക് സാധ്യമാവില്ല. അപ്പോൾ അത്തരം കൂട്ടുകാരെടുത്താണ് മിസ് പ്രത്യേകം പറയുന്നത്, നമുക്ക് ഈ 5 മാർക്കിൽ 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കഥയ്ക്ക് തലക്കെട്ട് നൽകുന്നതിലാണ്. മക്കൾ എന്ത് ചെയ്യാം, എത്ര എഴുതാൻ പറ്റാത്ത കൂട്ടുകാരാണെങ്കിലും മക്കൾ ആ ഒരു തലക്കെട്ട് എങ്ങനെയെങ്കിലും ഒന്ന് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും മക്കളെ, 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ബാക്കി പിന്നെ മക്കൾക്ക് അറിയുന്ന രീതിയിൽ കുറച്ച് എന്ത് ചെയ്യുക, അവിടെ തന്നിട്ടുള്ള കഥയുടെ ബാക്കി ഭാഗം അതിനോട് യോജിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കഥയുടെ ആദ്യ ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആ വലിയ വീട്ടിലെ മനോഹരമായ അക്വേറിയത്തിൽ എത്തിയിട്ടും മീൻ കുഞ്ഞിന് സന്തോഷമായില്ല. കുളത്തിൽ അമ്മയോടൊപ്പമുള്ള ജീവിതം തന്നെ മതിയായിരുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളതിൽ. അപ്പോൾ ഒരു മീൻ കുഞ്ഞിൻ്റെ കഥയാണ്. അക്വേറിയത്തിൽ എത്തിയിട്ടും ആ മീൻ കുഞ്ഞിന് സന്തോഷമൊന്നുമില്ല അല്ലേ. അപ്പം അമ്മയോടൊപ്പമുള്ള ജീവിതമായിരുന്നു തന്നെ മതിയായിരുന്നു എന്നാണ് നമ്മുടെ മീൻ കുഞ്ഞ് ചിന്തിക്കുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അതിലൊട്ട് നമുക്ക് വരികൾ ഇങ്ങനെ ചേർത്ത് എഴുതാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കഥയ്ക്കൊരു പേര് കൊടുക്കാം. മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മീൻ കുഞ്ഞിൻ്റെ ആഗ്രഹം എന്നതാണേ. നോക്കിക്കേ മക്കളെ, ഒരു വലിയ വീട്ടിലെ മനോഹരമായ അക്വേറിയത്തിലെത്തിയിട്ടും മീൻ കുഞ്ഞിന് സന്തോഷമായില്ല. കുളത്തിൽ അമ്മയോടൊപ്പമുള്ള ജീവിതം തന്നെ മതിയായിരുന്നു എന്ന് മീൻ കുഞ്ഞ് പറഞ്ഞു. അക്വേറിയത്തിലെ വെള്ളം വളരെ വൃത്തിയായിരുന്നു. നിറമുള്ള കല്ലുകളും ചെറിയ ചെടികളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ മീൻ കുഞ്ഞിന് അവിടെ ജീവിക്കുമ്പോൾ സന്തോഷമില്ലായിരുന്നു. അമ്മയെയും കുളത്തിലെ കൂട്ടുകാരെയും അത് ഓർത്ത് വിഷമിച്ചു. ഒരു ദിവസം ആ വീട്ടിലെ കുട്ടിയായ അപ്പു മീൻ കുഞ്ഞ് വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് അവൻ അതിനോട് കരുണ തോന്നി. അപ്പു മീൻ കുഞ്ഞിനെ ശ്രദ്ധയോടെ എടുത്ത് അടുത്തുള്ള കുളത്തിലേക്ക് വിട്ടു. കുളത്തിലെ വെള്ളത്തിൽ എത്തിയ ഉടനെ മീൻ കുഞ്ഞ് സന്തോഷത്തോടെ നീന്തി. അമ്മയെയും കൂട്ടുകാരെയും കണ്ടപ്പോൾ അതിന് വളരെ സന്തോഷമായി. അപ്പോൾ കണ്ട മക്കളെ, മിസ് അവിടെ തന്നിട്ടുള്ള കഥയുടെ ബാക്കി ഭാഗമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം കേട്ടോ. മിസ് പറയുന്ന പോലെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ധാരണ ഉണ്ടായിരിക്കില്ല മക്കളെ. മക്കളത് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി നമ്മുടെ അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോകാൻ നമുക്ക് അറിയിപ്പ് തയ്യാറാക്കാം എന്നതാണ് കേട്ടോ. അപ്പോൾ മിസ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ട്യൂഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് വെറും 100 രൂപയ്ക്ക് നമ്മുടെ ഏത് കോഴ്സും പർച്ചേസ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നോക്കിക്കുക മക്കളെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നിയമസഭാ പുസ്തകോത്സവം കണ്ട സനയും കൂട്ടുകാരും സ്കൂളിലും ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പുസ്തകോത്സവത്തിൻ്റെ അറിയിപ്പ് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അറിയിപ്പ് എഴുതാനായിട്ടാണ്
പുസ്തകോത്സവത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അറിയിപ്പ്. നോക്കിക്കേ മക്കളെ, നമ്മൾ അറിയിപ്പ് നമ്മൾ എഴുതി, സ്കൂളിൻ്റെ പേര് എഴുതി, ഗവൺമെൻറ് ഹൈസ്കൂൾ ആലപ്പുഴ എന്ന് എഴുതി, അതുപോലെ തന്നെ തീയതി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത വിഷയം ഇതാണ്. നമ്മൾ എന്ത് കൊടുത്തു? പുസ്തകോത്സവം എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? വിഷയം പുസ്തകോത്സവം എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കുക മക്കളെ, നമ്മുടെ സ്കൂളിൽ മാർച്ച് 25-ന് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നു. വിവിധ പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരിക്കും. എല്ലാ വിദ്യാർത്ഥികളും പുസ്തകോത്സവത്തിൽ പങ്കെടുത്ത് ഈ പരിപാടിക്ക് പിന്തുണ നൽകണമെന്ന് അറിയിക്കുന്നു. ഗവൺമെൻറ് ഹൈസ്കൂൾ ആലപ്പുഴ അല്ലേ. അപ്പം ഈ ഒരു രീതിയിൽ മക്കൾക്ക് അറിയിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ അല്ലേ, വലിയ പ്രയാസമൊന്നുമില്ല. അപ്പം മക്കളെല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് തന്നെ നിങ്ങളുടെ എക്സാമിനായിട്ട് പ്രിപ്പയർ ആവുക. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം മക്കൾ കണ്ടിട്ട് നന്നായിട്ട് തന്നെ എക്സാം എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.